അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഹൃത്തുക്കളെ, ആദ്യമൊന്നും തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്താണെന്ന് ആർക്കും വിശ്വസിക്കാനായില്ല. അന്തരീക്ഷം കനത്തതായിരുന്നു, നിശബ്ദത ഭീതിതമായിരുന്നു. അജ്ഞാത ഭയത്താൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ വിറകൊണ്ടു. അലബയുടെ മണ്ണിനെ മാത്രമല്ല, ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരെയും പിടിച്ചുകുലുക്കുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഒരു സാധാരണ കഥയല്ല. ഇത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നിനെക്കുറിച്ചും അവിടുത്തെ മാതാവ് ഹസ്രത്ത് ആമിന റളിയല്ലാഹു അൻഹയുടെ അനുഗ്രഹീത ഖബറിടത്തെക്കുറിച്ചുമാണ്. നൂറ്റാണ്ടുകളായി മക്കയ്ക്കും മദീനയ്ക്കുമിടയിലുള്ള ഒരു കൊച്ചു ഗ്രാമമായ അൽ അബ്വായിലാണ് അവരുടെ അനുഗ്രഹീത ഖബർ സ്ഥിതി ചെയ്യുന്നത്. പണ്ഡിതന്മാർക്കും പ്രവാചക സ്നേഹികൾക്കും മാത്രം അറിയാവുന്ന ഒരിടം. എന്നാൽ സൗദി അറേബ്യയിലെ പരമോന്നത അധികാരികളിൽ നിന്ന് ഉത്തരവ് വന്ന ഒരു കാലമുണ്ടായിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ച ഒരു ഉത്തരവ്. ഹസ്രത്ത് ആമിന റളിയല്ലാഹു അൻഹയുടെ അനുഗ്രഹീത ഖബർ അൽ അബ്വായിൽ നിന്ന് മാറ്റി മദീനയിലെ ജന്നത്ത് അൽ ബഖീയിലേക്ക് മാറ്റണം. ഇത് ചെറിയ തീരുമാനമായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു അത്. വാർത്ത പരന്നപ്പോൾ പലരും കരഞ്ഞു, പലരും പ്രാർത്ഥിച്ചു, മറ്റു ചിലർ അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്തായിരിക്കുമെന്ന് അറിയാതെ മൗനമായി കാത്തിരുന്നു. അനുഗ്രഹീത ഖബറിടം തൊഴിലാളികളും എഞ്ചിനീയർമാരും സുരക്ഷാസേനയും വളഞ്ഞ ദിവസം വന്നെത്തി. ഒരു എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ തയ്യാറായി നിന്നു. മരുഭൂമിയിലെ വായുവിൽ പൊടിയും അസ്വസ്ഥതയും നിറഞ്ഞു. നിർദ്ദേശം വ്യക്തമായിരുന്നു: ഖബർ മാറ്റണം. ഭയത്തോടെ ആളുകൾ നോക്കി നിന്നു. ചില നാട്ടുകാർ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പ്രാർത്ഥനകൾ മന്ത്രിച്ചുകൊണ്ട് ആകാശത്തേക്ക് കൈകളുയർത്തി. എക്സ്കവേറ്ററിന്റെ ഓപ്പറേറ്റർ മുന്നോട്ട് നീങ്ങി. യന്ത്രത്തിന്റെ ബക്കറ്റ് അനുഗ്രഹീത ഖബറിനടുത്ത് നിലം തൊട്ടതും ഭൂമി അതിശക്തമായി കുലുങ്ങി. ഒരു വിചിത്രമായ വെളിച്ചമ്പച്ച കലർന്നതും തിളക്കമുള്ളതുമായ ഒന്നിലത്തുനിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ചുറ്റുമുള്ള മരുഭൂമിയെ പ്രകാശിപ്പിച്ചു. ആളുകൾ സുബ്ഹാനല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും അലറി വിളിച്ചു. കാരണം ഇതൊരു സാധാരണ ഖബറല്ലെന്ന് അവർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഇത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ വച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മാതാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായിരുന്നു. എക്സ്കവേറ്ററിന്റെ ലോഹബക്കറ്റ് യാതൊരു ഇന്ധനമോ തീപ്പൊരിയോ ഇല്ലാതെ പെട്ടെന്ന് തീപിടിച്ചു. ഓപ്പറേറ്റർ ഭയന്ന് പുറത്തേക്ക് ചാടി. ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടായതിനുള്ളിൽ നിന്ന് ഈ ലോകത്തറിയപ്പെടാത്ത ഒരു സുഗന്ധം പുറത്തുവന്നു. അവിടെ കൂടിയ എല്ലാവരുടെയും ഹൃദയം അലിയിച്ചുകളഞ്ഞ ഒരു സുഗന്ധം. സാക്ഷികൾ നിയന്ത്രിക്കാനാവാതെ കരയാൻ തുടങ്ങി. ചിലർ മുട്ടുകുത്തി വീണു. മറ്റു ചിലർ മുഖം മറച്ചു. ചിലർ തങ്ങളുടെ മുന്നിൽ സംഭവിച്ച അത്ഭുതം മനസ്സിലാക്കാൻ കഴിയാതെ നോക്കി നിന്നു. ഉത്തരവ് നൽകിയ രാജാവ് പോലും മേൽനോട്ടം വഹിക്കാൻ അവിടെയുണ്ടായിരുന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അദ്ദേഹം സ്തംഭിച്ചു ചലിക്കാൻ കഴിയാതെ അനുഗ്രഹീത ഖബറിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ കണ്ണുറപ്പിച്ചു നിന്നു. ആ സുഗന്ധം അദ്ദേഹത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തി ചോർന്നുപോയി. കണ്ണുനീർ ധാരയായി ഒഴുകി. ലോകത്തിന്റെ എല്ലാ അഹങ്കാരവും അധികാരവും അല്ലാഹുവിന്റെ ഇഷ്ടത്തിനു മുന്നിൽ അഴിഞ്ഞുപോയതുപോലെ അദ്ദേഹം ഉറക്കെ തേങ്ങാൻ തുടങ്ങി. അദ്ദേഹം മാപ്പിരന്നുകൊണ്ട് കൈകൾ ഉയർത്തി തനിക്കിത് അറിയില്ലായിരുന്നുവെന്നും മനസ്സിലായില്ലെന്നും രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഇഷ്ടത്തേക്കാൾ വലുതാണ് അല്ലാഹുവിന്റെ ഇഷ്ടമെന്നും ആവർത്തിച്ചു പറഞ്ഞു. തൊഴിലാളികളോട് ഉടൻ നിർത്താൻ ഉത്തരവിട്ടു. പക്ഷേ ആ മണ്ണ് തന്നെ സ്വന്തമായി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരുന്നു. ഈ അനുഗ്രഹീത ഖബർ മാറ്റാൻ കഴിയില്ല, കാരണം അല്ലാഹു തന്നെ അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. ചുറ്റും തടിച്ചുകൂടിയ ആളുകൾക്ക് കരച്ചിൽ നിർത്താനായില്ല. പ്രായമായവരും യുവാക്കളും പണ്ഡിതന്മാരും സാധാരണ തൊഴിലാളികളും ഒരേ സ്വരത്തിൽ സുബ്ഹാനല്ലാഹ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ആവർത്തിച്ചു. മരുഭൂമിയിൽ പശ്ചാത്താപത്തിന്റെ അലകൾ മുഴങ്ങി. മനുഷ്യർ എന്ത് പദ്ധതികൾ ഉണ്ടാക്കിയാലും അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അന്തിമം എന്നതിൻ്റെ സാക്ഷ്യമായി ആ ദിവസം മാറി. അത്ഭുതകരമായ തീയിൽ കേടുപാടുകൾ സംഭവിച്ച എക്സ്കവേറ്റർ നീക്കം ചെയ്ത് മറ്റൊരു യന്ത്രം അവിടേക്ക് കൊണ്ടുവരാൻ ആരും ധൈര്യപ്പെട്ടില്ല. സ്ഥലത്ത് കാവൽ നിന്ന സൈനികർ ആയുധങ്ങൾ താഴെയിട്ടു. ചിലർ സാഷ്ടാംഗം ചെയ്തു, മറ്റു ചിലർ പരസ്യമായി കരഞ്ഞു. ഈ സംഭവം രാജ്യമെമ്പാടും അതിനപ്പുറവും കാട്ടുതീ പോലെ പടർന്നു. ഹസ്രത്ത് ആമിന റളിയല്ലാഹു അൻഹയുടെ അന്ത്യവിശ്രമ സ്ഥലം തൊടുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് അൽ അബ്വായിലെ മണ്ണ് തന്നെ അത്ഭുതങ്ങളിലൂടെ സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ മദീനയിലെയും മക്കയിലെയും ആളുകൾ അത്ഭുതസ്തബ്ധരായി.
മതപണ്ഡിതന്മാർ ഇതിനെ അല്ലാഹുവിൽ നിന്നുള്ള അടയാളമായി പ്രഖ്യാപിച്ചു. പ്രവാചകന്റെ കുടുംബത്തെ അല്ലാഹു തന്നെ ആദരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. അവർ ഖുർആൻ വാക്യങ്ങൾ ഉദ്ധരിച്ചു. പ്രവാചകന്റെ മാതാപിതാക്കളുടെ ഉയർന്ന പദവിയെക്കുറിച്ച് ആളുകളെ ഓർമ്മിപ്പിച്ചു. മനുഷ്യന്റെ സാങ്കേതികവിദ്യ എത്ര പുരോഗമിച്ചാലും സ്രഷ്ടാവിന്റെ ശക്തിയെ വെല്ലുവിളിക്കാൻ ഒന്നിനും കഴിയില്ല എന്ന പാഠം ഉൾക്കൊള്ളാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു. ശ്രമത്തിന് മണിക്കൂറുകൾക്ക് ശേഷവും ഖബറിടത്തിന് ചുറ്റും ആ തിളക്കം നിലനിന്നിരുന്നുവെന്നും സുഗന്ധം പരന്നുകൊണ്ടിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ചിലർക്ക് അത് കസ്തൂരിയേക്കാൾ മധുരമുള്ള മണമായിരുന്നു. മറ്റു ചിലർ സ്വർഗത്തിലെ വായു തന്നെ ഇറങ്ങി വന്നതുപോലെയാണെന്ന് പറഞ്ഞു. അൽ അബ്വായിലെ ഗ്രാമവാസികൾ അമ്പരന്നുപോയി. ഇതുപോലൊന്നും മുമ്പ് കണ്ടിട്ടില്ലെന്നും ഇത് ചരിത്രത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരടയാളമായിരിക്കുമെന്നും പലരും പറഞ്ഞു. ആ രാത്രി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഉണർന്നിരുന്നു. ചിലർ മദീനയിലും ചിലർ മക്കയിലും ലോകമെമ്പാടുമുള്ള മറ്റുള്ളവരും ദുറൂദ് ഷരീഫ് ചൊല്ലി പ്രവാചകനും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ കുടുംബത്തിനും സമാധാനവും അനുഗ്രഹവും നേർന്നു. പള്ളികളിൽ പണ്ഡിതന്മാർ കണ്ണീരോടെ ഈ സംഭവം വിവരിച്ചു. ആളുകൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ഇങ്ങനെയൊരു അടയാളത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരം നൽകിയതിന് നന്ദി പറയുകയും ചെയ്തു. അനിയന്ത്രിതമായി കരയുന്നത് കണ്ട രാജാവ് ഉത്തരവ് പിൻവലിക്കുകയും അനുഗ്രഹീത ഖബറിടത്തിൽ ഇനി ഒരിക്കലും ഇടപെടില്ലെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കരച്ചിൽ അല്ലാഹുവിന്റെ മഹത്വത്തിന് മുന്നിൽ അധികാരത്തിന്റെ അഹങ്കാരം തകർന്ന നിമിഷമായി ഓർമ്മിക്കപ്പെടുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇതൊരു കഥ മാത്രമല്ല. ഇത് അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും പ്രവാചകന്റെ ബഹുമാനത്തെക്കുറിച്ചും അവിടത്തേക്ക് ബന്ധമുള്ളവരുടെ പവിത്രതയെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹസ്രത്ത് ആമിന റളിയല്ലാഹു അൻഹയുടെ ഖബർ ഇന്നും അൽ അബ്വായിൽ സ്പർശിക്കപ്പെടാതെയും സംരക്ഷിക്കപ്പെട്ടും നിലനിൽക്കുന്നു. ആ ദിവസത്തെ അത്ഭുതം നമുക്കെല്ലാവർക്കും ഒരു അടയാളമായി ഓർമ്മിക്കപ്പെടുന്നു. അല്ലാഹു വിധിച്ചത് ആർക്കും മായ്ച്ചു കളയാനോ മാറ്റാനോ കഴിയില്ല. ഈ കഥയെ പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആദരിക്കാനും ഒടുവിൽ അല്ലാഹുവിന്റെ ഇഷ്ടമാണ് പരമപ്രധാനമെന്ന് ഒരിക്കലും മറക്കാതിരിക്കാനുമുള്ള ഒരു ആഹ്വാനമായി നമുക്കെടുക്കാം. അതിനാൽ അടുത്ത തവണ നമുക്ക് സംശയങ്ങളോ വെല്ലുവിളികളോ നേരിടുമ്പോൾ അൽ അബ്വായിലെ ഈ സംഭവം ഓർക്കുക. സ്റ്റീലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട തീ, വെളിച്ചത്താൽ പിളർന്ന ഭൂമി, സ്വർഗത്തെ ഓർമ്മിപ്പിച്ച സുഗന്ധം, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ തന്റെ ബലഹീനത തിരിച്ചറിഞ്ഞ ഒരു രാജാവിന്റെ കണ്ണുനീർ. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ഹസ്രത്ത് ആമിന റളിയല്ലാഹു അൻഹയുടെ വിയോഗത്തിന്റെ പൂർണ്ണമായ സംഭവം നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഇത് കേട്ടാൽ നിങ്ങളുടെ കണ്ണുകൾ നിറയും, നിങ്ങൾ കഠിനമായി കരയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ സവിശേഷമായത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള സ്നേഹം കാരണം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണണം. മറ്റുള്ളവരിലേക്ക് ഇതെത്താൻ ലൈക്ക് ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. സുഹൃത്തുക്കളെ, പ്രവാചകന്റെ പിതാവ് ഹസ്രത്ത് അബ്ദുല്ലയുടെ വിയോഗത്തിനു ശേഷം 6 വർഷം കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ഹസ്രത്ത് ആമിന മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനാൽ അവർ ഹസ്രത്ത് അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വന്നു പറഞ്ഞു, പ്രിയ പിതാവേ, എനിക്ക് കുറച്ചു ദിവസത്തേക്ക് മദീനയിലെ എന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോകണം. ദയവായി എന്നെ അനുവദിക്കണം. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ശരി, നിനക്ക് പോകാം സുഹൃത്തുക്കളെ. അതിനുശേഷം ഹസ്രത്ത് ആമിന യാത്രാസാധനങ്ങൾ തയ്യാറാക്കി. തന്റെ വേലക്കാരി ഉമ്മു ഐമനോടൊപ്പം അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കൂട്ടി ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് പുറപ്പെട്ടു. അക്കാലത്ത് പ്രവാചകന് 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ദൂരം ഏകദേശം 400 കിലോമീറ്ററാണ്. കൂടാതെ അക്കാലത്ത് ജനസംഖ്യയും വളരെ കുറവായിരുന്നു. അതിനാൽ വഴിയിൽ എല്ലായിടത്തും നിശബ്ദതയും വിജനതയും ആയിരുന്നു. എന്നാൽ ഈ 3 പേരുടെ യാത്രാസംഘം പതുക്കെ മദീനയിലേക്ക് നീങ്ങി. വഴിയിൽ ചിലപ്പോൾ ഹസ്രത്ത് ആമിനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി, ചിലപ്പോൾ ദുഃഖം അവരുടെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കി. ഇന്ന് ഞാൻ എന്റെ ഭർത്താവ് ഹസ്രത്ത് അബ്ദുല്ലയുടെ ഖബറിനടുത്തേക്ക് പോവുകയാണ്. ഞാൻ മദീനയിൽ പോയി എന്റെ ഭർത്താവ് അവസാന ശ്വാസമെടുത്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്ന് അവിടുത്തെ ആളുകളോട് ചോദിക്കും. എന്റെ ഭർത്താവുമായി ഞാൻ ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രമായപ്പോഴാണ് അദ്ദേഹം എന്നെ എന്നേക്കുമായി വിട്ടുപോയത്. ഇന്ന് 6 വർഷം പൂർത്തിയായി ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് ഹസ്രത്ത് ആമിന ചിന്തിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഹസ്രത്ത് ആമിനയുടെ ഹൃദയത്തിൽ പഴയ ഓർമ്മകളുടെ ഒരു കൊടുങ്കാറ്റ് ഉയരുകയായിരുന്നു. ഒട്ടകം മദീനയിലേക്ക് ഉറച്ചു നീങ്ങിക്കൊണ്ടിരുന്നു.
10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഹസ്രത്ത് ആമിന മദീനയിലെ വീട്ടിലെത്തി. 6 വർഷത്തിനു ശേഷം അമ്മയെ കണ്ടതും ഹൃദയത്തിൽ അടക്കിവെച്ച ഭർത്താവിന്റെ ദുഃഖം അവരുടെ മുഖത്തു വന്നു. ഹസ്രത്ത് ആമിന അമ്മയെ കെട്ടിപ്പിടിച്ച് കഠിനമായി കരയാൻ തുടങ്ങി. ഹസ്രത്ത് ആമിനയുടെ കണ്ണുനീർ വീട്ടിലുള്ള എല്ലാവരോടും വേദനാജനകമായ കഥ പറഞ്ഞു. ഈ 25 വയസ്സുള്ള യുവതി ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ ദുഃഖം എങ്ങനെ സഹിച്ചു? എന്നിട്ടും ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. എന്നാൽ ഇന്ന് 6 വർഷത്തിനു ശേഷം അമ്മയുടെ കണ്ണിൽ പതിച്ചപ്പോൾ ഹസ്രത്ത് ആമിനയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുടെ ആലിംഗനത്തിൽ എല്ലാം തുറന്നു പറഞ്ഞു. ഹസ്രത്ത് ആമിനയുടെ ദുഃഖം നിറഞ്ഞ വാക്കുകൾ കേട്ടമ്മ അവരെ ആശ്വസിപ്പിച്ചു. "എന്റെ മോളെ, നീ വിഷമിക്കേണ്ട. ഇതിന് അല്ലാഹു നിനക്ക് നല്ല പ്രതിഫലം നൽകട്ടെ." അതിനുശേഷം ഹസ്രത്ത് ആമിനയുടെ മാതാവ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ നോക്കി വളരെ സന്തോഷിച്ചു. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിർത്താതെ പ്രശംസിച്ചു. "എന്റെ പേരക്കുട്ടിയെ നോക്കൂ. അല്ലാഹു ഇവന് എത്ര സൗന്ദര്യമാണ് നൽകിയിരിക്കുന്നത്." അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ആമിന തന്റെ ഭർത്താവ് ഹസ്രത്ത് അബ്ദുല്ലയുടെ ഖബറിനടുത്ത് എത്തി. ഖബറിനടുത്തിരുന്നു കഠിനമായി കരയാൻ തുടങ്ങി. ഹൃദയത്തിൽ അവർ ഭർത്താവിനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ പറയുന്നുണ്ടാവാം, "ഓ അബ്ദുല്ല, എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്ര വേഗം വിട്ടുപോയത്? നിങ്ങളോടൊപ്പം എന്റെ ജീവിതം മുഴുവൻ ചെലവഴിക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ ജീവിതയാത്രയിൽ ഒറ്റപ്പെടുത്തി. നിങ്ങളില്ലാതെ എനിക്ക് ഒട്ടും നന്നല്ല." ഇങ്ങനെ ഹസ്രത്ത് ആമിന കുറച്ചു സമയം ഭർത്താവിന്റെ ഖബറിനടുത്ത് കരഞ്ഞു. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ ഹസ്രത്ത് ആമിന തന്റെ വേലക്കാരി ഉമ്മു ഐമനോടൊപ്പവും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോടൊപ്പവും വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ഹസ്രത്ത് ആമിന 1 മാസം മാതാപിതാക്കളുടെ വീട്ടിൽ താമസിച്ചു. ഒരു ദിവസം അവർ ഉമ്മയോട് പറഞ്ഞു, "പ്രിയ ഉമ്മ, എനിക്കിപ്പോൾ എന്റെ വീട്ടിലേക്ക് മടങ്ങണം. ദയവായി എന്നെ അനുവദിക്കണം." ഉമ്മയുടെ അനുവാദം വാങ്ങി ഹസ്രത്ത് ആമിന മക്കയിലേക്ക് പുറപ്പെട്ടു. ഈ 3 പേരുടെ സംഘം മക്കയിലേക്ക് മടങ്ങി. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഈ സംഘം അറേബ്യയിലെ ഏറ്റവും വിജനമായ സ്ഥലങ്ങളിലൊന്നിലൂടെ കടന്നുപോവുകയായിരുന്നു. അബ്വ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ ചുറ്റും നിശബ്ദതയായിരുന്നു. ഇടതൂർന്ന കുറ്റിക്കാടുകളും പാറക്കെട്ടുകളുള്ള മലകളും. അത് സന്ധ്യാസമയമായിരുന്നു. ഈ വിജനമായ പ്രദേശത്തിലൂടെ ഈ 3 പേരുടെ സംഘം മക്കയിലേക്ക് നീങ്ങുകയായിരുന്നു. ഭർത്താവിന്റെ ഖബറിടത്തിൽ നിന്ന് മടങ്ങിയെത്തിയതിനാൽ ഹസ്രത്ത് ആമിന വളരെ ദുഃഖിതയായിരുന്നു. അവർ വളരെ ശാന്തയായിരുന്നു. യാത്രയിലുടനീളം അവർ കണ്ണുനീർ ഉള്ളിൽ കുടിക്കുകയായിരുന്നു. പക്ഷേ തന്റെ നിഷ്കളങ്കനായ കുട്ടിയുടെ മുന്നിലൊന്നും കാണിച്ചിരുന്നില്ല. തന്റെ കുഞ്ഞിന് ഒരു വേദനയും എത്തരുത് എന്ന് കരുതി. ഈ സംഘം അബ്വ സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഹസ്രത്ത് ആമിനയുടെ ആരോഗ്യം മോശമാകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അവർ ഉടൻ തന്നെ തന്റെ വേലക്കാരി ഉമ്മു ഐമനോട് പറഞ്ഞു, "എന്റെ ആരോഗ്യം മോശമാകുന്നു." ഇതിന് മറുപടിയായി ഉമ്മു ഐമൻ ഹസ്രത്ത് ആമിനയോട് പറഞ്ഞു, "വിഷമിക്കേണ്ട, ഞാൻ ഒട്ടകത്തെ ഉയർന്ന സ്ഥലത്ത് നിർത്താം." അപ്പോൾ ഉമ്മു ഐമൻ ഒട്ടകത്തെ ഒരു ഉയർന്ന മൺകൂനയിലേക്ക് കൊണ്ടുപോയി. അവിടെ കല്ലുപോലെ തോന്നിക്കുന്ന ഒരു മരമുണ്ടായിരുന്നു. ഉമ്മു ഐമൻ ഹസ്രത്ത് ആമിനയെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കി ആ കല്ലിൽ കിടത്തി. ആ സമയത്ത് ഹസ്രത്ത് ആമിനയ്ക്ക് വലിയ വേദനയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പ്രവാചകൻ ആശങ്കയോടെ ഉമ്മയെ നോക്കുകയായിരുന്നു. തന്റെ ഉമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അക്കാലത്ത് പ്രവാചകന് 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതിനാൽ ഉമ്മയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഹൃദയം അസ്വസ്ഥമായിരുന്നു. അദ്ദേഹം വീണ്ടും വീണ്ടും അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, "പ്രിയ ഉമ്മ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? എന്നോട് സംസാരിക്കൂ." മറുവശത്തുമ്മു ഐമൻ പറയുന്നുണ്ടായിരുന്നു, "ഓ ആമിന, ധൈര്യമായിരിക്കുക. നിനക്കൊന്നും സംഭവിക്കില്ല. നീ പൂർണ്ണമായും സുഖപ്പെടും." എന്നാൽ ഹസ്രത്ത് ആമിനയ്ക്ക് മനസ്സിലായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ യാത്രയുടെ സമയം വന്നെത്തിയിരിക്കുന്നുവെന്ന്. അതിനാൽ വേദന കാരണം ഹസ്രത്ത് ആമിന കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. ഹസ്രത്ത് ആമിന കണ്ണുകൾ തുറന്ന് തന്റെ 6 വയസ്സുള്ള നിഷ്കളങ്കനായ കുട്ടിയെ നോക്കി. ഹൃദയത്തിൽ അവർ ചിന്തിക്കുകയായിരുന്നു, "എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിന് എന്ത് സംഭവിക്കും? എന്റെ അനാഥനായ കുഞ്ഞിന് എന്ത് സംഭവിക്കും? അവൻ അവന്റെ പിതാവിനെ പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ ഞാനും അവനെ വിട്ടുപോകുകയാണ്. അവന് സഹോദരിയോ സഹോദരനോ ഇല്ല. ഇനി ആരുടെ പിന്തുണയിലാണ് എന്റെ കുഞ്ഞ് ജീവിക്കുക?" എന്നാൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വീണ്ടും വീണ്ടും ഉമ്മയെ
കുലുക്കിക്കൊണ്ടിരുന്നു, ഉമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു, പ്രിയ ഉമ്മാ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ ഹസ്രത്ത് ആമിനയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവസാനം യാത്രയാകുന്നതിന് തൊട്ടുമുമ്പ് ഹസ്രത്ത് ആമിന കണ്ണു തുറക്കാൻ തന്റെ എല്ലാ ശക്തിയും സംഭരിച്ചു. തന്റെ 6 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവർ പറഞ്ഞു, എന്റെ മോനെ, നീ വിഷമിക്കേണ്ട. ഞാനിപ്പോൾ വിട പറയുകയാണ്, പക്ഷേ ഞാൻ ലോകത്തിനു വേണ്ടി ഒരു കുട്ടിയെ ഉപേക്ഷിച്ചു പോകുന്നു. അവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കും. ഇതും പറഞ്ഞ് ഹസ്രത്ത് ആമിന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ തല നെഞ്ചിൽ വെച്ച് കണ്ണുകൾ അടച്ചു. തന്റെ ഉമ്മയ്ക്ക് എന്തോ സംഭവിച്ചതായി പ്രവാചകന് തോന്നി. അതിനാൽ അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോൾ ഹസ്രത്ത് ആമിന ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ ഉമ്മയെ കുലുക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി. പ്രിയ ഉമ്മ, എഴുന്നേൽക്കൂ, എന്നോട് സംസാരിക്കൂ. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇവിടെ എനിക്ക് നിങ്ങളല്ലാതെ ആരാണുള്ളത്? ഉമ്മയെ കുലുക്കിക്കൊണ്ട് പ്രവാചകൻ കരയുകയായിരുന്നു. മറുവശത്ത് ഹസ്രത്ത് ഉമ്മു ഐമൻ പ്രവാചകനെ വീണ്ടും വീണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എന്റെ മോനെ, നിന്റെ ഉമ്മ നമ്മെ വിട്ടുപോയി. അവർ ഇനി ഒരിക്കലും മടങ്ങിവരില്ല. പ്രവാചകൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഉമ്മു ഐമനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഓ പ്രിയ വേലക്കാരി, എന്തുകൊണ്ടാണ് എന്റെ ഉമ്മ എഴുന്നേൽക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ എന്നോട് സംസാരിക്കാത്തത്? ഞാൻ എന്റെ ഉമ്മയോടൊപ്പം മാത്രമേ മക്കയിലേക്ക് പോകൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ ചിന്തിക്കൂ, അതൊരു എത്ര ഭയങ്കരമായ രംഗമായിരുന്നിരിക്കും. മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വളരെ അകലെ ഒരു വിജനമായ സ്ഥലത്തൊരു 6 വയസ്സുള്ള നിഷ്കളങ്കനായ കുഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു, ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്നത് കണ്ടുകൊണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് ആകാശത്തിലെ മലക്കുകൾ പോലും കരഞ്ഞിട്ടുണ്ടാവാം. അക്കാലത്ത് പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നത് വീട്ടുവേലക്കാരിയായിരുന്ന ഹസ്രത്ത് ഉമ്മു ഐമൻ മാത്രമായിരുന്നു. അള്ളാഹുവിന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഹസ്രത്ത് ആമിനയെ മദീനയിൽ വെച്ച് മരണപ്പെടുത്താമായിരുന്നു. കുറഞ്ഞപക്ഷം അവിടെയെങ്കിലും പ്രവാചകന് ഒരു ആശ്വാസം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അള്ളാഹു ലോകത്തെ മുഴുവൻ കാണിക്കാൻ ആഗ്രഹിച്ചു. നോക്കൂ, ഇതാണ് മുഹമ്മദിവനു വേണ്ടിയാണ് ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ഈ കുട്ടിയെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഞാൻ അവനെ പേര് വിളിച്ചിട്ടില്ല, പകരം എല്ലായ്പ്പോഴും സ്നേഹത്തോടെയാണ് വിളിച്ചിട്ടുള്ളത്. ഓ ജനങ്ങളെ, ഇന്ന് അബ്വായിൽ വന്ന് കാണുകവൻ എങ്ങനെയാണ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. ഇന്ന് അവന് പിന്തുണ നൽകാൻ ആരുമില്ല. സുഹൃത്തുക്കളെ, അതിനുശേഷം ഹസ്രത്ത് ഉമ്മു ഐമനും പ്രവാചകനും എങ്ങനെയോ കല്ലുകൾ എടുത്തൊരു ഖബറുണ്ടാക്കി. എന്നിട്ട് ഹസ്രത്ത് ആമിനയെ അതിലേക്ക് ഇറക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഓ പ്രിയ വേലക്കാരി, എന്റെ ഉമ്മയെ ഈ കല്ലുകൾക്കിടയിൽ വെക്കരുത്. എനിക്ക് എന്റെ ഉമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇത് കണ്ടപ്പോൾ ഉമ്മു ഐമന്റെ കണ്ണുകളിലും കണ്ണുനീർ വന്നു. എന്നിട്ട് ഹസ്രത്ത് ഉമ്മു ഐമൻ എങ്ങനെയോ ഹസ്രത്ത് ആമിനയെ ഖബറിലേക്കിറക്കി. എന്നിട്ട് ഒട്ടകത്തിന്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോഴാണ് ഉമ്മു ഐമൻ തിരിഞ്ഞു നോക്കിയ പ്രവാചകൻ പിന്നിലില്ല. ഇത് കണ്ടപ്പോൾ അവർ വളരെ വിഷമിച്ചു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എവിടെ പോയി എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മൺകൂനയുടെ മുകളിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. ഉമ്മു ഐമൻ ഓട്ടിച്ചെന്ന് നോക്കിയപ്പോൾ പ്രവാചകൻ ഉമ്മയുടെ ഖബറിനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഓ പ്രിയ ഉമ്മ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇത്ര വേഗം വിട്ടുപോയത്? ഇവിടെ എനിക്ക് നിങ്ങളല്ലാതെ ആരാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഉമ്മു ഐമൻ അദ്ദേഹത്തെ പിന്നിൽ നിന്നെടുത്ത്, എന്റെ മോനെ, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ ഉമ്മയെയും കൂടെ കൊണ്ടുപോകും. അതിനുശേഷം ഉമ്മു ഐമൻ എങ്ങനെയോ അദ്ദേഹത്തെ മടിയിലെടുത്തു. ഒട്ടകപ്പുറത്ത് വെച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു. ഉമ്മു ഐമൻ പറയുന്നു, ഹസ്രത്ത് ആമിനയുടെ ഖബർ കാണുന്നതുവരെ പ്രവാചകൻ വീണ്ടും വീണ്ടും ഉമ്മയുടെ ഖബറിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സുഹൃത്തുക്കളെ, അതിനുശേഷം 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ രണ്ടുപേരും മക്കയിലെത്തി. മക്കയിലെത്തിയപ്പോൾ ഹസ്രത്ത് അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തിന്റെ അടുത്തേക്ക് നോക്കി ആശങ്കയോടെ ചോദിച്ചു, ഓ ഉമ്മു ഐമൻ, ഹസ്രത്ത് ആമിന എവിടെ? ഇത് കേട്ടപ്പോൾ ഉമ്മു ഐമൻ കരയാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകനും ഓടിപ്പോയി വല്ലിപ്പയെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടപ്പോൾ ഹസ്രത്ത് അബ്ദുൽ മുത്തലിബിന് തീർച്ചയായും എന്തോ ദുഃഖവാർത്തയുണ്ട് എന്ന് മനസ്സിലായി. ഇതിനുശേഷം ഉമ്മു ഐമൻ യാത്രയുടെ മുഴുവൻ സംഭവവും വിവരിച്ചു. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് അബ്ദുൽ മുത്തലിബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അതിനുശേഷം അദ്ദേഹം തന്റെ പേരക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിരിക്കാം,
എന്തുകൊണ്ടാണ് എൻ്റെ പേരക്കുട്ടിയുടെ മേൽ ഇത്രയധികം ദുരിതങ്ങൾ വന്നു ചേരുന്നത്? അവൻ അവൻ്റെ പിതാവിൻ്റെ തണൽ കണ്ടില്ല. ഇപ്പോൾ അവൻ്റെ ഉമ്മയും അവനെ വിട്ടുപോയിരിക്കുന്നു. മറുവശത്ത് പ്രവാചകന്റെ എല്ലാ അമ്മാവന്മാരും വിഷമിച്ചു. എല്ലാ അമ്മായിമാരും ദുഃഖിതരായി. ഈ നിഷ്കളങ്കനായ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഉമ്മയുടെ മരണശേഷം ഇത്രയധികം ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ച് എല്ലാവരുടെയും മുഖം ദുഃഖത്തിലായി. പ്രവാചകന്റെ ഹൃദയത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ കണ്ണുകൾ നിറഞ്ഞു. സുഹൃത്തുക്കളെ, ഈ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകൻ വീണ്ടും ഉമ്മയുടെ ഖബറിനടുത്തുകൂടി കടന്നുപോയി. അക്കാലത്ത് ശ്രേഷ്ഠരായ സ്വഹാബികളുടെ സൈന്യവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഉമ്മയുടെ ഖബറിനടുത്ത് എത്തിയ ഉടൻ അദ്ദേഹം സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങളുടെ കൂടാരങ്ങൾ ഇവിടെ അബ്വാ സ്ഥലത്ത് സ്ഥാപിക്കുക. അതിനുശേഷം പ്രവാചകൻ ഉമ്മയുടെ അനുഗ്രഹീത ഖബർ സ്ഥിതി ചെയ്തിരുന്ന മൺകൂനയിലേക്ക് നടന്നു. എന്നിട്ട് അദ്ദേഹം ഉമ്മയുടെ ഖബറിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. അത് കണ്ടപ്പോൾ എല്ലാ ശ്രേഷ്ഠരായ സ്വഹാബികളും കഠിനമായി കരയാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം പ്രവാചകൻ തല ഉയർത്തി പറഞ്ഞു, ഓ പ്രിയ ഉമ്മാനിങ്ങൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഹസ്രത്ത് തമീം ദാരി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുഗ്രഹീത സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഒട്ടകം എവിടെ നിന്നോ ഓട്ടി വന്ന് അനുഗ്രഹീത സന്നിധിയിലെത്തി. അതായത്തൊരു ഒട്ടകം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത തലയ്ക്കടുത്ത് വന്നു നിന്നു. എന്നിട്ട് ആ ഒട്ടകം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത ചെവിയിൽ എന്തോ പറയുന്നതുപോലെ അടുത്തുവന്ന് സംസാരിക്കാൻ തുടങ്ങിയ ഒട്ടകം എന്തോ പ്രവാചകന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ. ഒട്ടകത്തിന്റെ വാക്കുകൾ കേട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഓ ഒട്ടകമേ, നീ സമാധാനമായിരിക്കുക. നീ സത്യം പറയുകയാണെങ്കിൽ നിന്റെ നാഥൻ നിനക്ക് പ്രയോജനം നൽകും. എന്നാൽ നീ കള്ളം പറയുകയാണെങ്കിൽ ഈ കള്ളത്തിന് നിനക്ക് ശിക്ഷ ലഭിക്കും. ഓ ഒട്ടകമേ, നമ്മുടെ സംരക്ഷണത്തിൽ വരുന്ന ആർക്കും അല്ലാഹു സമാധാനവും സുരക്ഷയും നൽകുന്നു. നമ്മുടെ സംരക്ഷണത്തിൽ അഭയം തേടുന്ന ആരും നിരാശരായി മടങ്ങുന്നില്ല, ഒരിക്കലും പ്രതീക്ഷയില്ലാത്തവരാകില്ല. ഹസ്രത്ത് തമീം ദാരി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഓ അല്ലാഹുവിൻ്റെ ദൂതരെ, ഈ ഒട്ടകം അങ്ങയോട് എന്താണ് അപേക്ഷിക്കുന്നത്? ഈ ഒട്ടകം അങ്ങയോട് എന്താണ് പറയുന്നത്? ഇതിന് മറുപടിയായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ യജമാനന്മാർ ഇതിനെ അറുത്ത് ഇറച്ചി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒട്ടകം അവരിൽ നിന്ന് ഓട്ടി വന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒട്ടകം നിങ്ങളുടെ പ്രവാചകനോട് സഹായം അപേക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, ഹസ്രത്ത് തമീം ദാരി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥരും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു. ഉടമസ്ഥർ അടുത്തെത്തുന്നത് കണ്ടപ്പോൾ ആ ഒട്ടകം വീണ്ടും പ്രവാചകന്റെ അനുഗ്രഹീത തലയ്ക്കടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നു. അപ്പോൾ ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഓ അല്ലാഹുവിൻ്റെ ദൂതരെ, ഇത് ഞങ്ങളുടെ ഒട്ടകമാണ്. 3 ദിവസമായി ഇത് ഞങ്ങളെ വിട്ടുപോയിരുന്നു. ഇന്ന് നിങ്ങളുടെ സന്നിധിയിൽ വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒട്ടകത്തെ കിട്ടി. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഈ ഒട്ടകം എൻ്റെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് ഒരു പരാതി പറയുന്നു. ഇത് പറയുന്നു, ഈ ഒട്ടകം നിങ്ങളോടൊപ്പം വർഷങ്ങളോളം വളർന്നു. വേനൽക്കാലം വന്നപ്പോൾ നിങ്ങൾ ഇതിൽ സവാരി ചെയ്ത് പുല്ലും തീറ്റയുമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമായിരുന്നു. ശൈത്യകാലം വന്നപ്പോൾ നിങ്ങൾ ഈ ഒട്ടകത്തിൽ തന്നെ സവാരി ചെയ്ത് ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് മാറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒട്ടകം ഈ ദുർബലവും അവശവുമായ പ്രായത്തിലെത്തിയപ്പോൾ നിങ്ങൾ ഇതിനെ അറുത്ത് ഇറച്ചി കഴിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതിനെ അറുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒട്ടകത്തിന്റെ ഉടമസ്ഥർ പറഞ്ഞു, അല്ലാഹു ആണയോ, അല്ലാഹുവിൻ്റെ ദൂതരെ അങ്ങ് വിവരിച്ചതുപോലെ തന്നെയാണ് കാര്യം. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഓ ജനങ്ങളെ, ഇതാണോ ഒരു നല്ല സേവകന് ഉടമസ്ഥർ നൽകുന്ന പ്രതിഫലം? ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഓ അല്ലാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ ഇനി ഈ ഒട്ടകത്തെ വിൽക്കുകയുമില്ല, അറുക്കുകയുമില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ ഈ ഒട്ടകത്തെ അതിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് 100 ദിനാറിന് വാങ്ങി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, ഓ ഒട്ടകമേ, ഇന്നു മുതൽ നീ അല്ലാഹുവിൻ്റെ പ്രീതിക്കായി സ്വതന്ത്രനാണ്. ഇത് കണ്ടപ്പോൾ ഒട്ടകം അതിൻ്റെ വായ നിങ്ങളുടെ അനുഗ്രഹീത തലയ്ക്കടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്കെന്തോ പറഞ്ഞു. ഒട്ടകത്തിൻ്റെ വാക്കുകൾ കേട്ട് പ്രവാചകൻ പറഞ്ഞു, ആമീൻ. അപ്പോൾ ഒട്ടകൻ രണ്ടാമതും നിങ്ങളുടെ അനുഗ്രഹീത ചെവിയിൽ ഒരു പ്രാർത്ഥന നടത്തി.
അപ്പോൾ നിങ്ങൾ വീണ്ടും ആമീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടകം മൂന്നാമതും പ്രാർത്ഥിച്ചു. അപ്പോൾ നിങ്ങൾ വീണ്ടും ആമീൻ എന്ന് പറഞ്ഞു. എന്നാൽ നാലാമതും ഒട്ടകം പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ വാക്കുകൾ കേട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ദുഃഖിതനായ തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. തങ്ങളുടെ അനുഗ്രഹീത താടി കണ്ണുനീരിൽ നനഞ്ഞു. ഹസ്രത്ത് തമീം ദാരി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഓ അല്ലാഹുവിന്റെ ദൂതരെ, ഈ ഒട്ടകം അങ്ങയോട് എന്താണ് പറയുന്നത്? ഇത് കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഒന്നാം തവണ ഈ ഒട്ടകം എന്നോട് പറഞ്ഞു, ഓ ശ്രേഷ്ഠ പ്രവാചകരെ, ഇസ്ലാമിൽ നിന്നും ഖുർആനിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത് ഒട്ടകം പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങ് എന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കിയതുപോലെ അന്ത്യദിനത്തിൽ അല്ലാഹു നിങ്ങളുടെ ഉമ്മത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് ഭയം നീക്കിക്കളയട്ടെ. അത് കേട്ട് ഞാൻ വീണ്ടും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാം തവണ ഈ ഒട്ടകം എന്നോട് പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങ് എന്റെ രക്തം സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിങ്ങളുടെ ഉമ്മത്തിന്റെ രക്തം ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അത് കേട്ട് ഞാൻ വീണ്ടും ആമീൻ എന്ന് പറഞ്ഞു. എന്നാൽ നാലാമത് ഈ ഒട്ടകം എന്നോട് പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹു നിങ്ങളുടെ ഉമ്മത്ത് പരസ്പരം പോരടിക്കാതെയും ഏറ്റുമുട്ടാതെയും ഇരിക്കാൻ കനിയേണമേ. അത് കേട്ട് ഞാൻ ദുഃഖിതനായി എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. കാരണം ഈ പ്രാർത്ഥന ഞാനൊരിക്കൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ നടത്തിയിരുന്നു. അക്കാലത്ത് അല്ലാഹു എന്റെ ആദ്യത്തെ 3 പ്രാർത്ഥനകൾ സ്വീകരിച്ചു. പക്ഷേ അവസാനത്തെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ വിലക്കി. അതിനുശേഷം ഹസ്രത്ത് ജിബ്രീൽ സലാം അലൈഹി അല്ലാഹുവിങ്കിൽ നിന്ന് ഈ വാർത്തയുമായി എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ ദൂതരെ, നിങ്ങളുടെ ഉമ്മത്ത് പരസ്പരം പോരടിച്ച് നശിക്കും. ഇനി എന്ത് സംഭവിക്കാനുണ്ടോ പേന അത് എഴുതിക്കഴിഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രവാചകന്റെ ഈ അനുഗ്രഹീത ഹദീസ് ഇന്ന് തികച്ചും സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ കണ്ണുയർത്തി നോക്കിയാൽ മുസ്ലിങ്ങൾ എല്ലായിടത്തും പരസ്പരം പോരടിക്കുന്നത് കാണാം. ഇന്നത്തെ കാലത്ത് നിങ്ങൾ കാണും എങ്ങനെയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ രക്തത്തിന് ദാഹിക്കുന്നതെന്നും വിവിധ വിഭാഗങ്ങളുടെ പേരിൽ പരസ്പരം കൊല്ലുന്ന തിരക്കിലാണെന്നും. അവർ പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്നു. ഇന്ന് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വരുത്തുന്ന നാശം, അങ്ങനെയൊരു നാശം ഒരുപക്ഷേ അവിശ്വാസികൾ പോലും ഇന്നുവരെ മുസ്ലിങ്ങൾക്ക് വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നാം എല്ലാവരും പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫയുടെ പുതപ്പിൽ മുറുകെ പിടിക്കുകയും ഈ വിഭാഗീയത ഉപേക്ഷിക്കുകയും നാം എല്ലാവരും ഒരു ഉമ്മത്തായി മാറുകയും ഈ പരസ്പര വിദ്വേഷങ്ങൾ അവസാനിപ്പിക്കുകയും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് ചിന്തിക്കുകയും വേണം. നാം എല്ലാവരും മുസ്ലിങ്ങളാണ്. നാം എല്ലാവരും പരസ്പരം സഹോദരങ്ങളാൻ. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നാം ജീവിക്കണം. സുഹൃത്തുക്കളെ, മക്ക വിജയ ദിവസം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മക്കയിലെ ഒരു വീടിന്റെ ചുമരിൽ ചാരിയിരിക്കുകയായിരുന്നു. തങ്ങൾ ഒരു അടിമയുമായി സംസാരിക്കുകയായിരുന്നു. തങ്ങൾ ഇരുന്നിരുന്ന വീടിന്റെ ചുമർ ഒരു അവിശ്വാസിയായ സ്ത്രീയുടേതായിരുന്നു. ഈ സ്ത്രീക്ക് തങ്ങളോട് വലിയ വെറുപ്പായിരുന്നു. അതിനാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുഗ്രഹീത ശബ്ദം കേട്ടപ്പോൾ വെറുപ്പും അസൂയയും വിദ്വേഷവും കാരണം അവർ വീടിന്റെ എല്ലാ ജനലുകളും അടച്ചു. പ്രവാചകന്റെ അനുഗ്രഹീത ശബ്ദം അവളുടെ ചെവിയിൽ എത്തരുത്, അദ്ദേഹത്തിന്റെ ശബ്ദം അവൾ കേൾക്കരുത് എന്ന് കരുതി. അപ്പോഴാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളുടെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങ് ചാരിയിരിക്കുന്ന വീടിന്റെ ചുമർ ഒരു അവിശ്വാസിയായ സ്ത്രീയുടേതാണ്. ഈ വീട്ടിൽ താമസിക്കുന്ന അവിശ്വാസിയായ സ്ത്രീ വെറുപ്പും അസൂയയും കാരണം വീടിന്റെ ജനലുകൾ അടച്ചിരിക്കുന്നു. നിങ്ങളുടെ ശബ്ദം അവളിൽ എത്തരുത് എന്ന് കരുതി. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവന്റെ അനുഗ്രഹീത പിൻഭാഗം ഈ വീടിന്റെ ചുമരിൽ സ്പർശിച്ചിരിക്കുന്നു. അതിനാൽ ഈ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീ നരകത്തിൽ പോകാൻ അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, അവൾ ജനലുകൾ അടച്ചിരിക്കാം, പക്ഷേ ഞങ്ങൾ അവളുടെ ഹൃദയത്തിന്റെ ജനലുകൾ തുറന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറഞ്ഞ ഉടൻ വീടിനുള്ളിൽ ഇരുന്നിരുന്ന അവളുടെ ഹൃദയത്തിന്റെ ലോകം മാറാൻ തുടങ്ങി. അവൾ അസ്വസ്ഥയായി വീടിന് പുറത്തുവന്ന് പ്രവാചകന്റെ കാൽക്കൽ വീണു. എന്നിട്ട് അവൾ മുസ്ലിമായി. അവൾ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങ് തീർച്ചയായും അല്ലാഹുവിന്റെ സത്യസന്ധനായ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സത്യസന്ധമായ ഹൃദയത്തോടെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ
പ്രിയപ്പെട്ട പ്രവാചകൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ ത്യാഗം ചെയ്യാം. തങ്ങൾ എവിടെ പോയാലും തങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു, ആരെങ്കിലും ചോദിച്ചാലുമില്ലെങ്കിലും. പക്ഷേ തങ്ങൾ എല്ലാവരുടെയും മടി നിറച്ചുകൊണ്ടേയിരുന്നു. സുബ്ഹാനല്ലാ. ഓ പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്നേഹിതരെ, നിങ്ങൾ ഈ വീഡിയോ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും പങ്കുവെക്കുക. ഒരു ഉമ്മത്തായി ജീവിക്കുക, സഹോദരങ്ങളെപ്പോലെ ജീവിക്കുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.